ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. എല്ലാവർക്കും ഈദ് ആശംസകൾ. ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോവാണ്. GS പേപ്പർ 3 സെക്യൂരിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. പെഗാസസ് സ്പൈവെയർ റോക്സ് പാർലമെന്റ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾ വന്നത് ഈ ഒരു പെഗാസസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ എഡിറ്റോറിയൽ പേജിലും റിലേറ്റഡ് ആർട്ടിക്കിൾ ഉണ്ട്, മറ്റു പേജിലും നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കമൻസും കാര്യങ്ങളും ഒക്കെ കാണാം. ഇന്നലെ നമ്മൾ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പീറ്റഡ് ആർട്ടിക്കിൾസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആർട്ടിക്കിൾ എല്ലാം റെഫർ ചെയ്തിട്ട് ശേഷം മാത്രമേ ഈ ഒരു ആർട്ടിക്കിളിലേക്ക് വരാവൂ. ഇന്നലെ നമ്മൾ ഈ ഒരു പെഗാസസ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്തപ്പം മെയിനായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തത് സർവൈലൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പ്രിവസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പം ലോക്സഭയിൽ ഇപ്പം മൺസൂൺ സെഷൻ നടക്കുകയാണ്. സോ ഈ ഒരു ടൈമിൽ IT മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവ് പറയാണ് ഇന്ത്യയിൽ ഇലീഗൽ സർവേലൻസ് പോസിബിൾ അല്ല എന്ന്. പക്ഷേ ഇതെങ്ങനെയാണ് കോൺട്രവേഴ്സി ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 സെയിം ഗവൺമെൻറ് തന്നെ ആ ടൈമിൽ IT മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവിശങ്കർ ആയിരുന്നു. രാജ്യസഭയിൽ വെച്ചിട്ട് ആ IT മിനിസ്റ്റർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പെഗാസസ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫെക്ഷൻ 121 പേരിൽ നടന്നിട്ടുണ്ടെന്ന് 2019 ഇതേ സെയിം ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പം 2021 ആയപ്പോഴേക്കും ഗവൺമെൻറ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. സോ ഒപ്പോസിഷൻ പാർട്ടി പറയുന്നത് ഇത് എക്സിക്യൂട്ടീവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ്സ് തന്നെ ഇതിനുള്ള ഉത്തരം തരണം. ഒരു UPSC ആസ്പിരൻറ്റ് ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് എന്താണ് ഒരു സിറ്റിസൻ്റെ പേഴ്സണൽ ലൈഫിനെ ചെക്ക് ചെയ്യാനുള്ള അധികാരമുണ്ടോ? സോ ഇതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. സോ പെഗാസസ് എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ഒരു സ്പൈവെയർ ആണ് അല്ലേ. നമ്മുടെ ഡിവൈസസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. സോ ഡിവൈസിലുള്ള ലൊക്കേഷൻ ആണെങ്കിലും ഇൻ്റർനെറ്റ് ഹിസ്റ്ററി ആണെങ്കിലും ഇമെയിൽസ്, മെസ്സേജ്, കോൾ ലോക്ക് എല്ലാം തന്നെ ഓൾട്ടർ ചെയ്യാനും ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സ്പൈ പോലെ നമ്മുടെ ഡിവൈസിൽ ആക്ട് ചെയ്യും അല്ലേ. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനും ഇത് ഷെയർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ സ്റ്റേറ്റ് ആക്ടേഴ്സും ഉണ്ട്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഉണ്ട്. സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യും, അവിടെ എനിമി കൺട്രിയിൽ നിന്നുള്ള ഡേറ്റാസ് എടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ ഗവൺമെൻറ് ആയിട്ട് തന്നെ നടത്താറുണ്ട്. എന്നാൽ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഫേംസ്, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ പെഗാസസ് വഴി ഉള്ള ഡേറ്റാസ് സ്റ്റേറ്റ് ആക്ടേഴ്സിനും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനും ഷെയർ ചെയ്യാനായിട്ട് അറ്റാക്കറിന് കഴിയും. ഇവിടെയാണ് GS പേപ്പർ 3 നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള കൺസേൺ വരുന്നത്. പെഗാസസിന് ഒരു വയർലെസ് ട്രാൻസീവർ വഴി മാനുവലി തന്നെ ഒരു ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഒപ്പം തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു റോങ് ഡിവൈസസിലാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പം ഈ ഒരു പെഗാസസ് സോഫ്റ്റ്വെയർ ടാർഗറ്റ് ചെയ്തിരുന്നത് X എന്ന് പറയുന്ന ഒരു ഫോണിലാണെങ്കിൽ ആ ഒരു Xനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം Y എന്ന് പറയുന്ന ഫോണിലേക്കാണ് ഈ ഒരു അറ്റാക്കിംഗ് പോയതെങ്കിൽ ആ മൊബൈൽ ഫോൺ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്താലാണ് ഈ ഒരു അറ്റാക്ക് നടക്കുന്നത് അല്ലേ. അപ്പോൾ ആ Y എന്ന് പറയുന്ന ഫോണ് ഈ ലിങ്കിനെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, അതായത് ഈ ഒരു സോഫ്റ്റ്വെയറിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുന്നു വെച്ചാൽ ഈ സോഫ്റ്റ്വെയറിന് തനിയെ ഡിസ്ട്രക്ട് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ട്. സോ സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു എബിലിറ്റിയും കൂടി ഈ പെഗാസസിനുണ്ടെന്ന് ഓർക്കുക. നമ്മുടെ രാജ്യത്തെ ഡേറ്റ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ പ്രിവസി ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ലെജിസ്ലേഷൻ ഒന്നുമില്ല. ഇപ്പോൾ ലോകത്തെ 194 രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ 128 രാജ്യങ്ങളും ഡേറ്റ പ്രിവസി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയിൽ പ്രിവസിയുമായി ബന്ധപ്പെട്ടിട്ട് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ് പുട്ടുസ്വാമി കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017. ഈ കേസിൽ റൈറ്റ് ടു പ്രിവസി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് സുപ്രീം കോർട്ട് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റിന് ശേഷവും ഇന്ത്യയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നിയമമില്ല. ഒപ്പം തന്നെ നമുക്കറിയാം, നമുക്ക് പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലാണുള്ളത്. ഇതുവരെ അത് നിയമമായിട്ടില്ല. ഇപ്പോഴും പാർലമെൻറ്റിൽ അത് സ്റ്റക്കായി തന്നെ നിലനിൽക്കുകയാണ്.
ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് പറയുമ്പോൾ നമ്മൾ മിക്കപ്പോഴും എടുത്തു പറയുന്നത് KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. പക്ഷേ മറ്റൊരു കേസും കൂടി ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. രാംജേത് മലാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സോ ഈ ഒരു കേസിൽ സുപ്രീം കോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമത്തിന് എതിരായിട്ടുള്ള രീതിയിലാണ് ഒരു സിറ്റിസൺ അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രൂട്ടണി ചെയ്യാനുള്ള അധികാരമുണ്ട്. അല്ലാതെ നിയമപരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഫ്രീഡം എടുക്കുകയാണെങ്കിൽ അത് സിറ്റിസന്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പബ്ലിക് സ്ക്രൂട്ടണിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നാണ് ഈ ഒരു കേസിൽ പറയുന്നത്. സോ ഇവിടെ സിംപ്ലി ആർട്ടിക്കിൾ 19 ക്ലോസ് 1 എന്താ നമുക്ക് തരുന്നത്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. എന്നാൽ ആർട്ടിക്കിൾ 19 ക്ലോസ് 2 ഈ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ നാഷണൽ സെക്യൂരിറ്റിയുടെ പേരിൽ ഗവൺമെന്റിന് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത്. സോ ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ റെഫർ ചെയ്യുന്ന ഒരു കേസാണ് രാംജേത് മലാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയുന്നത്. സോ ഒരു അൺലാഫുൾ മാനറിൽ ഒരു സിറ്റിസൺ അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള സർവേലൻസോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഈ ജഡ്ജ്മെൻറ്റ് കേസ് പറയുന്നു. സോ ഇവിടെ കോൺഫ്ലിക്റ്റ് ആവുന്നത് പ്രിവസിയും സൈബർ സെക്യൂരിറ്റിയുമാണ്. ഇപ്പോൾ ഇത് രണ്ട് രീതിയിൽ വരും. ഇപ്പോൾ പ്രിവസി വിത്തൗട്ട് സൈബർ സെക്യൂരിറ്റിയും ഉണ്ട്, സൈബർ സെക്യൂരിറ്റി വിത്തൗട്ട് പ്രിവസി ഉണ്ട്. സോ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രിവസി വിത്തൗട്ട് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പം ഇപ്പോൾ ബീഫ് കൺസ്യൂം ചെയ്യുന്നത് പല സ്റ്റേറ്റുകളിലും ബാൻ ചെയ്തേക്കുവാണ് അല്ലേ, അത് നിയമപരമായി തന്നെ ബാൻ ചെയ്തേക്കുവാണ്. പക്ഷേ ഈ ഒരു ബീഫ് കൺസ്യൂം ചെയ്യുക എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സ്വകാര്യതയാണ് അല്ലേ, അവരുടെ ഫുഡ് പ്രിവസിയാണ്. പക്ഷേ ഇവിടെ സൈബർ സെക്യൂരിറ്റി ഇൻവോൾവ് അല്ല. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രിവസി വിത്തൗട്ട് സൈബർ സെക്യൂരിറ്റി എന്ന് പറയാം. ഇനി സൈബർ സെക്യൂരിറ്റി വിത്തൗട്ട് പ്രിവസി എന്ന് പറയുമ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിനെ ഇതുപോലെ അറ്റാക്ക് നടന്നു. ഇത് പബ്ലിക് ഡൊമൈനിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ, പക്ഷെ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ സ്വകാര്യതയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. സോ ഇങ്ങനെ രണ്ട് രീതിയിലാണ് പ്രിവസിയും സൈബർ സെക്യൂരിറ്റിയും വരുന്നത്. ഈ ഒരു സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സൈബർ ക്രൈംസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹയർ ആണ്. ഇപ്പോൾ 2018 ഏകദേശം 27,248 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ 2019 പോകുമ്പം ഇത് ഏകദേശം 44,546 കേസുകളായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു നമ്പർ ഒന്നും ഓർത്ത് വെക്കാൻ പറ്റില്ലെങ്കിലും 2018 നിന്ന് 2019 പോകുമ്പോൾ ഏകദേശം കേസ് രജിസ്ട്രേഷൻ 60% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൺസേൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ IT ആക്ട് 2000 കുറേ സൈബർ ക്രൈംസിനെ പറ്റി പറയുന്നുണ്ട്. ഐഡൻറ്റിറ്റി തെഫ്റ്റ്, സൈബർ ടെററിസം, സൈബർ ബുള്ളിയിങ്, ഹാക്കിങ്, ഡിഫാമേഷൻ, ട്രേഡ് സീക്രട്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഹറാസ്മെൻറ്റ്, സ്റ്റോക്കിങ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസിനെ പറ്റി ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ ഡാർക്ക് വെബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസിനെ IT ആക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ IT ആക്റ്റിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സൈബർ ക്രൈംസ് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഇതൊരു സീരിയസ് കൺസേൺ ആണ്. സോ നമുക്ക് ഈ ഒരു IT ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ് 2000 അല്ലേ, 10 വർഷം കഴിയാണ്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് നമ്മൾ ഈ ഒരു ആക്റ്റിൽ പുതിയ ക്രൈംസുകൾ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഇതിലൊരു അമെൻമെൻറ്റ് അത്യാവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈബർ ക്രൈം എത്രത്തോളം എക്സ്റ്റെൻഡഡ് ആണെന്നാണ് ഓർക്കേണ്ടത്. സിവിയർ ആയിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ്. ഏകദേശം സൈബർ ക്രൈംസിൻ്റെ ഇൻ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 75% അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് കുട്ടികളിലാണ്. അതായത് ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, ടെററിസ്റ്റ് റാഡിക്കലൈസേഷൻ, ഫൈനാൻഷ്യൽ ക്രൈം, ഫേക്ക് ന്യൂസ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റൊരു കൺസേൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം US നോക്കുകയാണെങ്കിലും യൂറോപ്യൻ കൺട്രീസ് നോക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കൊരു പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമം പോലും ഇല്ല. ഇവിടെ സൈബർ ത്രെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു 1000 ആൾക്കാരെ അല്ലെങ്കിൽ ഒരു 100 ആൾക്കാരെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് അത് സീരിയസ് ആയിട്ട് എടുക്കും. എന്നാൽ ഒരു സിംഗിൾ പേഴ്സണെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ നമുക്ക് ഇത്തരത്തിലുള്ള അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടൊരു ലെജിസ്ലേറ്റീവ് ഫ്രെയിം വർക്ക് പോലും ഇല്ല. ഒരു
ലീഗൽ ഫ്രെയിംവർക്ക് ഇല്ലാത്തപ്പം ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് അൺറെഗുലേറ്റഡ് ആണില്ലേ. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർഷിപ്പ് നടത്തും. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടാകുന്നത് ജേർണലിസ്റ്റിനും ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റിനും ഒക്കെയാണ്. സോ ഇവരെ ഇൻവിസിബിളി എന്ത് ചെയ്യുകയാണ്, ഗവൺമെൻറ് ഒരു പ്രിസൺ ഓഫ് സർവെയിലൻസിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരികയാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ റീസെൻറ്റ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു പെഗാസസ് അറ്റാക്ക് ഇന്ത്യയിലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റിൻ്റെ ഫോൺ നമ്പർ ഒപ്പം തന്നെ ഫോണിലുള്ള ഡേറ്റാസിനെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സോ ഇത്തരത്തിലൊരു ഡിസ്റ്റർബിങ് ട്രെൻഡ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുമ്പം പിന്നീട് ഗവൺമെൻറ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അവരുടെ എതിരാളികളെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് എന്താണ്, IT ആക്ട് പ്രകാരം ഹാക്കിംഗ് എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ് അല്ലേ. എന്നാൽ ഇന്ത്യയിലുള്ള ഒരു ആക്ട് എന്ന് പറയുമ്പം IT ആക്ട് ആണെങ്കിലും ടെലിഗ്രാഫ് ആക്ട് ആണെങ്കിലും ഇതിലൊന്നും തന്നെ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഡിവൈസസോ ഗവൺമെൻറ്റിന് ഹാക്ക് ചെയ്യാം എന്ന രീതിയിലുള്ള പ്രൊവിഷൻസും ഇല്ല. സോ ഇവിടെ IT ആക്ടിൽ തന്നെ ഹാക്കിംഗ് എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസ് ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഗവൺമെൻറ്റിന് അത് ഹാക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസോ കാര്യങ്ങളോ ഒരു നിയമത്തിലുമില്ല. ഇതാണ് ഇവിടെ കോൺഫ്ലിക്റ്റ് ആവുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റിനുള്ള ഉത്തരം തരുന്നതാണ് മറ്റൊരു കേസ് എന്ന് പറയുന്നത് സയ്യദ് അസഫുദ്ദീൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. സോ ഈ ഒരു കേസിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ഹാക്ക് ചെയ്യാം. എപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ലീഗൽ പ്രൊവിഷൻസ് ഏതെങ്കിലും ആക്ടിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിയെ ത്രെറ്റൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം എക്സിക്യൂട്ടീവ് ഈ ഒരു ആക്ഷൻ ചെയ്യുന്നതിൽ റെസ്ട്രിക്റ്റഡ് ആണെന്ന് ഈ ഒരു കേസിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേറ്റയിലേക്ക് പോകുമ്പോൾ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഇത് റിലീസ് ചെയ്യുന്നത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ്. ഈ ഒരു പ്രസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ ആ ഒരു റാങ്കിങ് നോക്കുകയാണെങ്കിൽ 180 രാജ്യങ്ങളിൽ 142 ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ ജേർണലിസ്റ്റിന് എത്രത്തോളം അവരുടെ വ്യൂസിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെന്ന്. ഒപ്പം തന്നെ ഈ ഒരു സർവേലൻസുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ ഇഷ്യൂസും വരാറുണ്ട്. അതായത് ഇപ്പോൾ ചില ആൾക്കാർക്ക് പ്രത്യേക ലൈഫ് സ്റ്റൈൽസ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ. അതായത് ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസെക്ഷൽസ് ഇവർ ഓൾറെഡി തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഡിസ്ക്രിമിനേറ്റഡ് ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഡേറ്റാസ് പബ്ലിക് ഡൊമൈനിലേക്ക് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു സെക്ഷൻ സോഷ്യൽ എക്സ്ക്ലൂഷനിൽ ഉൾപ്പെടും അല്ലേ. ഒപ്പം തന്നെ ഇപ്പോൾ എന്താണ്, ഈ ഒരു സർവൈലൻസുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ സർവൈലൻസ് നടത്തുന്നത് പോലീസാണല്ലേ. എത്രത്തോളം കസ്റ്റോഡിയൽ ഡെത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. ഇത്തരത്തിലുള്ള കസ്റ്റോഡിയൽ ഡെത്ത് ഉണ്ടാവുമ്പം ആ ഒരു പേഴ്സൻ്റെ സിവിൽ ലിബർട്ടിയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. ആ വ്യക്തിക്ക് പറയാനുള്ളത് പിന്നീട് പബ്ലിക് ഡൊമൈനിലേക്ക് വരുന്നില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള സോഷ്യൽ കൺസേൺ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ടു സൈബർ ക്രൈം എന്ന് പറയുന്ന റൈറ്റ്സ് ഇന്ത്യയിലില്ല. അതായത് ഞാനിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് സൈബർ ത്രെറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ റൈറ്റായിട്ട് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ ഫോണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ടാപ്പ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. പക്ഷേ ഇത് ഞാൻ അറിയുന്നില്ലല്ലോ. ഞാൻ അറിഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് കോർട്ടിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ എന്താണ്, പാർലമെൻ്ററി ആയിട്ടാണെങ്കിലും ജുഡീഷ്യൽ വൈസ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷനും ഇല്ല. സോ എക്സിക്യൂട്ടീവ് വിങ്സിന്, അതായത് ഇപ്പോൾ നമുക്കറിയാം സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട് അല്ലേ, അതിൽ ലെജിസ്ലേഷനും ഉണ്ട് ജുഡീഷ്യറിയും ഉണ്ട്. ഇവർക്ക് ഇവിടെ ഒരു റോളുമില്ല. കൂടുതൽ പവറും പോകുന്നത് എക്സിക്യൂട്ടീവ്സ് ആണ്. സോ ഇവർക്ക് ഡെമോക്രസിയുമായിട്ട് റെസ്പോൺസിബിലിറ്റി വളരെ കുറവുള്ളൊരു സെക്ഷനാണ് അല്ലേ. അതുകൊണ്ട് സിറ്റിസണിൻ്റെ ആ ഒരു സ്വകാര്യതയാണ് ഇവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ലീഗൽ പ്രൊവിഷൻസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോർട്ട് റിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഒപ്പം തന്നെ ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോർട്ട് റിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ജുഡീഷ്യറിക്ക് കിട്ടത്തില്ല. കാരണം എന്താണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലീഗൽ പ്രൊവിഷൻസ് പോലും ഇവിടെ ഇല്ല. ഓരോ ദിവസം കഴിയും തോറും ഈ സ്പൈവെയർ എന്ന് പറയുന്നത് വളരെ ചീപ്പറായിക്കൊണ്ടിരിക്കും. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ അത്തരത്തിലുള്ള ആക്ടേഴ്സിൻ്റെ കയ്യിലാണുള്ളത്. പക്ഷേ ഇത് ചീപ്പറാവും തോറും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലേക്ക് ഈ ഒരു ഹാക്കിംഗ് മെത്തേഡ് വരും. ഇത് കൂടുതൽ ആക്സസിബിൾ ആകുമ്പോഴേക്കും വീണ്ടും സീരിയസ് ആയിട്ടുള്ളൊരു സൈബർ സെക്യൂരിറ്റി ക്രൈസിസിലേക്കായിരിക്കും നമ്മുടെ ഇന്ത്യ പോകുന്നത്.
സോ നമുക്ക് ഈ ഒരു കോൺട്രവേഴ്സി റെഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ പോസിബിൾ സ്റ്റെപ്സ് എടുക്കാം? ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ പ്രാക്ടീസസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പം റഷ്യൻ ഫെഡറേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് ഉണ്ട്. ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ആണെങ്കിലും, ഒപ്പം തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണെങ്കിലും, പ്രിവസിക്കാണെങ്കിലും, ഡേറ്റ പ്രൊട്ടക്ഷൻ ആണെങ്കിലും. സോ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇന്ത്യയിലേക്ക് വരണം. ഇപ്പോൾ യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെജീം ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടെയും വാട്സപ്പ് യൂസേഴ്സ് ഉണ്ടല്ലോ. ഈ വാട്സപ്പ് യൂസേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു വാട്സപ്പിന് അവരുടെ പേരൻറ് കമ്പനി ആയിട്ടുള്ള ഫേസ്ബുക്കിലേക്ക് ഈ യൂസേഴ്സിൻ്റെ ഡേറ്റ ലീഗലി ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ വാട്സപ്പ് യൂസേഴ്സിൻ്റെ ഡേറ്റ ഫേസ്ബുക്കുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. പക്ഷേ സെയിം വാട്സപ്പ് യൂസേഴ്സിന് ഇന്ത്യയുടെ ആ ഒരു ഡേറ്റ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം ഇത് സംഭവിക്കുന്നു? കാരണം എന്താണ്? നമുക്ക് ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ ഇല്ല. സോ ഇന്ത്യ ഇത്തരത്തിലുള്ള ഗ്ലോബൽ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യണം. സോ നമുക്കിവിടെ ഒരു പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് വേണ്ടുന്നത്, ബില്ലല്ല. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ഒരു യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ പ്രിവസി സെൻറ്റേർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനുള്ള പ്രൊമോഷനും കാര്യങ്ങളും കൊടുക്കുക. ഒപ്പം തന്നെ നമുക്കറിയാം AP ഷാ കമ്മിറ്റിയാണ് 9 പ്രിവസി പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത്. ഈ റെക്കമെൻഡേഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. AP ഷാ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എല്ലാം തന്നെ എന്താണ്? പ്രിവസി റിലേറ്റഡ് ആയിട്ടുള്ള ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു. സോ AP ഷാ കമ്മിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ റൈറ്റ് ടു പ്രിവസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കണമെന്നാണ്. ഒപ്പം തന്നെ ആ നിയമങ്ങളിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്താണെന്ന് ബ്രോഡായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യണം. സോ ഈ ഒരു പ്രിവസി ലെജിസ്ലേഷൻ വരുമ്പം അതിൽ എല്ലാ തരത്തിലുള്ള ഡേറ്റാസും റെഗുലേറ്റ് ചെയ്യണം. അതായത് ഇപ്പം ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ സെർവർ എല്ലാം തന്നെ എന്താണ്? നമ്മുടെ ഇന്ത്യക്ക് വെളിയിലാണല്ലേ. പക്ഷേ ആക്ച്വലി യൂസേഴ്സിൻ്റെ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. സോ ഡേറ്റാസ് ഇവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നതാണെങ്കിലും ആ ഡേറ്റാസ് ഔട്ട്സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണെങ്കിലും ഇത്തരത്തിലുള്ള ഡേറ്റാസിൻ്റെ ആ ഒരു ട്രാൻസ്ഫറിങ്, ഷെയറിങ്, സ്റ്റോറിങ്, കളക്ഷൻസ് ഇതെല്ലാം തന്നെ എന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യണം. ഒപ്പം തന്നെ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള എല്ലാ ഓർഗനൈസേഷനും, ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അവർ സ്വയം തന്നെ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ കൊണ്ടുവരണം. സോ ഇവർക്ക് സ്വയമായിട്ടൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്നും ഈ ഒരു കമ്മിറ്റി പറയുന്നുണ്ട്. അതായത് ഒരു യൂസറിൻ്റെ ആ ഒരു ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ പ്രിവസിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവരവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള തിരിച്ചറിവ് ഇൻഡസ്ട്രിയൽ ലെവലിൽ ഉണ്ടാവണമെന്നും ഈ കമ്മിറ്റി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഓരോ ഇൻഡസ്ട്രിയിലും സെൽഫ് റെഗുലേറ്റിംഗ് ഓർഗനൈസേഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വാട്സപ്പും ഫേസ്ബുക്കും ഇത്തരത്തിലുള്ള റെഗുലേറ്റിംഗ് സിസ്റ്റംസ് കൊണ്ടുവരുമ്പം ഈ ഇൻഡസ്ട്രീസിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രിവസി കമ്മീഷണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നും കമ്മിറ്റി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസവും പറയുന്നുണ്ട്. ഒരു 3 ടയേർഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇതിൽ പറയുന്നത്. അതായത് ആദ്യം ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പം അത് പരിഹരിക്കാനായിട്ടൊരു ഒംബഡ്സ്മാനെ സെറ്റപ്പ് ചെയ്യണം. അതിനുശേഷം അവിടെ നിന്ന് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പിന്നീട് അതിനു വേണ്ടി പ്രിവസി കമ്മീഷണേഴ്സിൻ്റെ അടുത്ത് പോകാം. പ്രിവസി കമ്മീഷണറിൽ നിന്നും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുക? കോർട്ടിനെ സമീപിക്കാം. അങ്ങനെ ഒരു 3 ടയേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസവും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് കൊണ്ടുവരുമ്പം BN ശ്രീകൃഷ്ണ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഈ ബില്ല് എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു പ്രിവസി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ഇല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു അതോറിറ്റിയെ സെറ്റപ്പ് ചെയ്യണമെന്ന് ഈ കമ്മിറ്റി പറയുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ്? ഇതിന് വേണ്ടുന്ന ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണലും കൂടി സെറ്റപ്പ് ചെയ്യണം. സോ ഈ ഒരു നിയമം പാസ്സാക്കുമ്പോൾ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് BN ശ്രീകൃഷ്ണ കമ്മിറ്റി പറയുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് അതായത് ഗവൺമെൻറ്, മൂന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി. സോ ഇവരുടെ എല്ലാവരുടെയും റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നിയമമായിരിക്കണം പാസ്സാക്കേണ്ടത്. ഒപ്പം തന്നെ ഈ ഒരു കമ്മിറ്റിയിൽ ഡേറ്റാസിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ ഡേറ്റയും നോൺ ക്രിട്ടിക്കൽ ഡേറ്റയും. ക്രിട്ടിക്കൽ ഡേറ്റ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കുള്ളിൽ തന്നെ കമ്പൽസറി ആയിട്ട് സ്റ്റോർ ചെയ്യണം. നോൺ ക്രിട്ടിക്കൽ ഡേറ്റ ആണെങ്കിൽ കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം പാലിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം?
രാജ്യത്തിന് പുറത്തും ഇത് സ്റ്റോർ ചെയ്യാം. പക്ഷേ രാജ്യത്തിന് പുറത്ത് നമ്മുടെ സിറ്റിസൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഇന്ത്യക്കുള്ളിൽ അവൈലബിളും ആയിരിക്കണം. സോ ഈ ഒരു കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു ഇൻഡസ്ട്രിയുടെ വേൾഡിലുള്ള ടേൺ ഓവറിൻ്റെ 4% പെനാൽറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കമ്മിറ്റീസിൻ്റെ റെക്കമെൻഡേഷൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സിയെ പരിഹരിക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈബർ ടെററിസം എന്ന് പറയുന്നത് ക്രോസ് ബോർഡർ ടെററിസം കൂടിയാണല്ലേ. സോ ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റിയുടെ ആ ഒരു പവറും കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഒന്നുകിൽ NIAയുടെ ആ ഒരു പവറിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഡീൽ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഇൻ്റർനാഷണൽ കൊളാബറേഷൻ വേണം. സോ യുണൈറ്റഡ് നേഷൻസിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രെയിം വർക്കുകൾ കൊണ്ടുവരണം. സോ നമുക്കിവിടെ വേണ്ടുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമമാണ്. ഒപ്പം തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സർവൈലൻസ് റീഫോമും കൂടിയാണ്. ഇതിലൂടെ മാത്രമേ ഇപ്പം നിലവിലുള്ള കോൺട്രവേഴ്സിയും ഒപ്പം തന്നെ സൈബർ ക്രൈം അറ്റാക്കും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. 2/3 ഓഫ് ഇന്ത്യൻസ് ഹാവ് ആൻറ്റിബോഡി. സോ ഫസ്റ്റ് നമ്മൾ ആൻറ്റിബോഡി എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ഫോറിൻ പാർട്ടിക്കിൾ വന്നെന്ന് വിചാരിക്കുക. ഈ ഫോറിൻ പാർട്ടിക്കിൾ ഒന്നെങ്കിൽ ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ വൈറസ് ആവാം, അല്ലെങ്കിൽ പ്രോട്ടോസോവ ആവാം. ഇത് നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുമല്ലേ. സോ ഈ ഒരു ഫോറിൻ പാർട്ടിക്കിളിനെ നമ്മൾ ആൻറ്റിജൻ എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ആൻറ്റിജന് എതിരായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് ചെയ്യുന്നത് ആൻറ്റിബോഡി ജനറേറ്റ് ചെയ്തിട്ടാണ്. സോ ആൻറ്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ ലൈക്ക് സ്ട്രക്ചറാണ്. ഇത് ആൻറ്റിജന് എതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രോട്ടീനാണ്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പം ICMR 4ാമത്തെ സെറോ സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെറോ സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു സർവേ ആണ്. സോ കമ്മ്യൂണിറ്റിക്കിടയിലുള്ള ട്രാൻസ്മിഷൻ ചെക്ക് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള സർവേ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു കൊറോണ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്കൊരു ആൻറ്റിജൻ ആണല്ലേ. സോ ഈ ഒരു ആൻറ്റിജൻ ശരീരത്തിലേക്ക് വരുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യും. സോ കൂടുതൽ COVID-19 പേഷ്യൻസിലും കാണപ്പെടുന്ന ആൻറ്റിബോഡി ടൈപ്പാണ് ഇമ്മ്യൂണോഗ്ലോബിൻ G ആൻറ്റിബോഡി എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള പേഷ്യൻസ് ഈ ഒരു അസുഖത്തിൽ നിന്ന് റിക്കവർ ആയാലും ഈ ഒരു ആൻറ്റിബോഡി ഒരു 2 ആഴ്ചയും കൂടി ആ ഒരു ശരീരത്തിലുണ്ടാവും. സോ ഇത്തരത്തിൽ കമ്മ്യൂണിറ്റീസിൽ നിന്ന് ബ്ലഡ് സാമ്പിൾസ് എടുത്തിട്ട് ഈ ഒരു പാസ്റ്റ് ഇൻഫെക്ഷനെ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി ചെക്കപ്പാണ് ഈ ഒരു സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ഇൻഫെക്ഷൻസ് മുമ്പ് വന്നിട്ടുള്ള 2 ആഴ്ചയ്ക്ക് മുമ്പോ 3 ആഴ്ചയ്ക്ക് മുമ്പോ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു ഇൻഫെക്ഷനെതിരായിട്ട് ശരീരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൻറ്റിബോഡീസിനെ പറ്റിയാണ് ഇതിൽ ചെക്ക് ചെയ്യുന്നത്. അതായത് ആക്റ്റീവായിട്ട് ഇപ്പം നിലവിലുള്ള ഇൻഫെക്ഷൻസിനെ അല്ല ഈ ഒരു സർവേ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്ന് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കുക. സോ ഈ ഒരു സർവേ പാസ്റ്റ് കൊറോണ വൈറസ് ഇൻഫെക്ഷൻ്റെ ആ ഒരു കാര്യമാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് പ്രസൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനെ ചെക്ക് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ ഇതിൽ നിന്ന് നമുക്ക് ആൻറ്റിബോഡി എത്ര നേരം ഈ ഒരു വൈറസിനോട് ഫൈറ്റ് ചെയ്യും, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നും കൂടി ഓർത്ത് വെക്കുക. സോ ഇത്തരത്തിലുള്ള സർവേ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് നമുക്ക് എന്താണ് ഈ ഒരു അസുഖത്തെ കൺട്രോൾ ചെയ്യാനുള്ള പല പല മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സഹായിക്കും. ഒപ്പം തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിക്കിടയിൽ എത്രത്തോളം ട്രാൻസ്മിഷൻ നടന്നു എന്നും ചെക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ADB ട്രിംസ് ഫിനാൻഷ്യൽ ഇയർ 22 ഗ്രോത്ത് ഫോർകാസ്റ്റ് ടു 10%. സോ ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് പറയാം. അതായത് സെക്കൻഡ് വേവിന് മുമ്പ്, സെക്കൻഡ് പാൻഡമിക്കിന് മുമ്പ് ഈ ഒരു ADB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഗ്രോത്ത് ഫോർകാസ്റ്റിൽ ആ ഒരു ഗ്രോത്ത് ഇന്ത്യയുടെ പറഞ്ഞിരുന്നത് 11%. എന്നാൽ ഈ ഒരു സെക്കൻഡ് പാൻഡമിക്കിന് ശേഷം ഇത് ഡൗൺഗ്രേഡ് ചെയ്തിട്ട് 10% മാറ്റി. സോ ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് ലോക്ക്ഡൗണോട് കൂടി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് വരാനുള്ള റീസൺ. സോ ഇവിടെ നമ്മൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കേണ്ടത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ പറ്റിയാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഏകദേശം 68 മെമ്പേഴ്സാണുള്ളത്. ഈ 68 മെമ്പേഴ്സിൽ 49 പേരും ഏഷ്യൻ കൺട്രീസ്
ആണ്. സോ 1966 ഈ ഒരു ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, ഇതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിലെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. ഇതിലെ മേജർ ലാർജസ്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ, US, ചൈന, ഇന്ത്യ, ഓസ്ട്രേലിയ. സോ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാനില, ഫിലിപ്പൈൻസ് ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ് ഷെയറിംഗ് ഡ്യൂറിങ് സ്കാസിറ്റി. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശും തെലങ്കാനയ്ക്കും ഇടയിലുള്ള വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീശൈലം പ്രോജക്റ്റ്, ഇത് തെലങ്കാനയുടെ പവർ ജനറേഷൻ പ്രോജക്റ്റ് ആണ്. സോ കൃഷ്ണ റിവറിൽ നിന്നാണ് ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തെലങ്കാന തീരുമാനിച്ചിട്ടുള്ളത്. സോ ഇതിനെതിരായിട്ടാണ് ആന്ധ്രാപ്രദേശ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. സോ ആന്ധ്രാപ്രദേശും തെലങ്കാനയും ബോർഡർ ഷെയർ ചെയ്യുന്ന 2 സ്റ്റേറ്റ് ആണ്. ഇതിൻ്റെ ആ ഒരു ബോർഡറിൽ മൊത്തം സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന 2 നദികളാണ് കൃഷ്ണയും ഗോദാവരിയും. ഗോദാവരി റിവറിനെ പറ്റി പറയുകയാണെങ്കിൽ പെനിൻസുലാർ റിവറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റിവറാണ്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ നാസിക് ഡിസ്ട്രിക്റ്റിലുള്ള ട്രിംബകേശ്വർ മൗണ്ടെയിൻ റേഞ്ചിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇത് ഏകദേശം 1465 കിലോമീറ്റർ വരും. 5 സ്റ്റേറ്റുകൾ വഴിയാണ് ഇത് ഒഴുകുന്നത്: മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. ഫൈനലി ബേ ഓഫ് ബംഗാളിൽ വന്ന് ചേരും. ഇനി കൃഷ്ണ റിവറിനെ പറ്റി പറയുമ്പം സെക്കൻഡ് ബിഗ്ഗസ്റ്റ് പെനിൻസുലാർ റിവറാണ്. സോ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇത് 4 സ്റ്റേറ്റുകളിലൂടെയാണ് ഒഴുകുന്നത്: മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ഫൈനലി ബേ ഓഫ് ബംഗാളിൽ വന്ന് ചേരും. സോ ഈ 2 നദികളിലും 2 സ്റ്റേറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പുതിയ പുതിയ പ്രോജക്റ്റുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പം എന്താണ്, റിവർ ബോർഡ്സിലാണെങ്കിലും സെൻട്രൽ വാട്ടർ കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിലും മറ്റ് ഇമ്പോർട്ടൻ്റ് അതോറിറ്റിയിൽ നിന്നും അപ്രൂവലോ ക്ലിയറൻസോ ഒന്നും കിട്ടാതെ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ മിനിസ്ട്രി ഓഫ് ജൽശക്തി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, ഈ കൃഷ്ണയിലെയും ഗോദാവരിയുടെയും ആ ഒരു ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ടുള്ള ഫൈറ്റുകളുണ്ടല്ലോ. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ആണെങ്കിലും തെലങ്കാനയും ആണെങ്കിലും ഈ ഒരു റിവറിന് മേലുള്ള ജൂറിസ്ഡിക്ഷന് വേണ്ടിയുള്ള ഫൈറ്റാണ് വരുന്നത്. സോ ഈ ഒരു ഫൈറ്റ് കാരണം ഈ ഒരു ഇവിടെയുള്ള പ്രോജക്റ്റുകൾ, അതായത് ഇറിഗേഷൻ ആണെങ്കിലും ഹൈഡ്രോ പവർ ആണെങ്കിലും അത് 7 വർഷമായിട്ട് ഡിലേ അയക്കുന്നതെന്നാണ് പറഞ്ഞത്. സോ എന്താണ്, മിനിസ്ട്രി ഓഫ് ജൽശക്തി ഈ ഒരു കേസിനെ, ഈ ഒരു ഡിലേയുമായി ബന്ധപ്പെട്ടുള്ള കേസിനെ കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ 2 റെഫർ ചെയ്തു. സോ 2 എന്ന് പറയുമ്പം അതിന് മുമ്പ് ഒരു എക്സിസ്റ്റിംഗ് വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ ഉണ്ടായിരുന്നു. ഇതിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ 2 വന്നത്. പക്ഷേ ഇതിനെതിരായിട്ട് തെലങ്കാന എന്ത് ചെയ്തു, സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്തു. സോ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെലങ്കാന ഇപ്പം സുപ്രീം കോർട്ടിലേക്ക് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, അത് വിഡ്രോ ചെയ്താൽ മാത്രമേ തെലങ്കാനയുടെ റിക്വസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ തെലങ്കാനയ്ക്ക് പുതിയതായിട്ടുള്ള ഈ ഒരു കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ 2 ഉണ്ടല്ലോ, ആ 2 ആവശ്യമില്ല, മുമ്പുള്ള ആ ഒരു ട്രൈബ്യൂണൽ തന്നെ വേണമെന്നാണ് തെലങ്കാന പറയുന്നത്. ഇവിടെ സുപ്രീം കോർട്ടിലേക്ക് പോയാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റിവർ ബോർഡിനിടയിലുള്ള ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഫൈറ്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അതിലെ സെൻട്രൽ ഗവൺമെൻറ് ഡിസിഷൻ ആയിരിക്കും ഫൈനലൈസ് ചെയ്യുന്നത്. സോ ഇത് കൺഫേം ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 262 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ആർട്ടിക്കിൾ 262 ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ടാണ്. സോ ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം 2 ആക്ടുകളാണ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത്: റിവർ ബോർഡ് ആക്ട് 1956 ഇൻ്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ട് 1956. റിവർ ബോർഡ് ആക്ട് 1956 പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് ഓരോ റിവർ ബോർഡുകളെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ റിവർ ബോർഡിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ വാലി, ഇൻ്റർ സ്റ്റേറ്റ് റിവേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രോജക്റ്റ്, ഡെവലപ്മെൻറ്റ്, റെഗുലേഷൻ ഇതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇൻ്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ട് വരുമ്പം ആ പേരിൽ തന്നെ ഉണ്ട്, ഡിസ്പ്യൂട്ട് മെക്കാനിസമാണ്. സോ ഇതിനു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ട്രൈബ്യൂണൽസിനെ സെൻട്രൽ ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്യും. ഈ ട്രൈബ്യൂണലിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ഫൈനൽ ആയിരിക്കും. ഒപ്പം തന്നെ ഈ ഒരു ആർട്ടിക്കിൾ 262 എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോർട്ടിനോ ഏത് കോർട്ടിനോ ഇത്തരത്തിലുള്ള ഈ ഒരു ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ജൂറിസ്ഡിക്ഷനും ഉണ്ടാവില്ല എന്ന് പാർലമെൻറ്റ് തന്നെ ഈ ആക്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. സെൻറ്റർ സീക്സ് ടൈം ടു സെറ്റ് എക്സ് ഗ്രേഷ്യ ഗൈഡ് ലൈൻസ്.
സോ കോണ്ടെക്സ്റ്റ് ഈ ഒരു എക്സ്ഗ്രേഷ്യ ഗൈഡ് ലൈൻസ് ആണ്. സോ എന്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോർട്ടിൽ ഒരു പെറ്റീഷൻ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പാൻഡമിക് ടൈമിൽ ഒരുപാട് കുടുംബാംഗങ്ങളെ നഷ്ടമായിട്ടുള്ള ഫാമിലീസ് ഉണ്ട് ഇല്ലേ. ഈ ഫാമിലീസിന് ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് സുപ്രീം കോർട്ടിൽ പെറ്റീഷൻ പോയിട്ടുള്ളത്. സോ ഈ ഒരു പെറ്റീഷനിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് 4 ലക്ഷം രൂപ വെച്ചിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. സോ സുപ്രീം കോർട്ട് ഈ പെറ്റീഷൻ കേട്ടതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ്റിനോട് പറഞ്ഞു നിങ്ങൾ ഇത് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ. സോ സുപ്രീം കോർട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു എക്സ്ഗ്രേഷ്യ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം കോർട്ടിനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗവൺമെൻറ്റിന് പാൻഡമിക് വന്നതോടുകൂടി ആവശ്യത്തിന് ഫൈനാൻഷ്യൽ ബേർഡൻ ഉണ്ട്. അതിൻ്റെ കൂടെ ഇത്തരത്തിലൊരു കോമ്പൻസേഷനും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടുകയുള്ളൂ. എന്നാൽ സുപ്രീം കോർട്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയോട് പറഞ്ഞു 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എക്സ്ഗ്രേഷ്യ ഗൈഡ് ലൈൻസുമായിട്ട് വരണമെന്ന്. സോ ഈ ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ എന്താണ് ഈ ഒരു സെക്കൻഡ് വേവിന് മുമ്പ് സെൻട്രൽ ഗവൺമെൻറ് ഓൾറെഡി തന്നെ COVID-19 ഒരു ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരുന്നു അണ്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്. സോ ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിലെ സെക്ഷൻ 12 ക്ലോസ് 3 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അതോറിറ്റി ഏതെങ്കിലും ഒരു ഡിസാസ്റ്ററിനെ എന്ത് ചെയ്യാൻ ഒരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് റിലീഫ് അല്ലെങ്കിൽ കോമ്പൻസേഷന് വേണ്ടുന്ന ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ്. പക്ഷേ ഈ ഒരു സെക്ഷൻ പ്രകാരം ഓൾറെഡി തന്നെ COVID-19 ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈ ഒരു റിലീഫുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ സുപ്രീം കോർട്ട് പറയുന്നത് ഈ ഒരു അതോറിറ്റി അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പാലിക്കാൻ ഫെയിലിയറായി എന്നാണ്. സോ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരാനായിട്ട് കൂടുതൽ ഫ്രെയിം വർക്ക് ആവശ്യമാണ്, കുറച്ചും കൂടി ടൈം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ടൈം കൊടുക്കണം എന്ന രീതിയിലാണ് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്തേക്കുന്നത്.